ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മ്യ ആത്മീയതയുടെ 156 സെഷനാണല്ലോ ഇത്. 5-ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 19-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ ഹല്ലേലൂയ. 5-ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 3-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ ഖണ്ഡികയിലാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. പ്രാർത്ഥനയുടെ ഉന്നതമായ പദവിയിലെത്തി എന്നതിൻ്റെ അടയാളം അനങ്ങാതെ കണ്ണുടച്ച് ഗൗരവമുള്ള ഭാവത്തിന് മുഖം വീർപ്പിച്ചെന്ന പോലെ ഇരിക്കുന്നതല്ല, മറിച്ച് സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ സഹായത്തിന് ഇറങ്ങാൻ മാത്രം ദൈവസ്നേഹം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ദൈവസ്നേഹത്താൽ പ്രേരിതമായി ഈശോയുടെ സ്നേഹത്തെ പ്രതി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട് നമുക്ക് സാധിക്കുന്നിടത്താണ് നമുക്ക് ദൈവവുമായുള്ള ഐക്യത്തിൻ്റെ സൂചന വ്യക്തമാകുന്ന നമുക്ക് പറയുകയായിരുന്നല്ലോ. അത് അവളെ പ്രതിയല്ല, നിങ്ങളുടെ നാഥൻ്റെ ഹിതമായതുകൊണ്ട് അത്രയും നിങ്ങൾക്ക് അറിയാമല്ലോ മറ്റുള്ള സഹായിക്കാനായിട്ട് പോകുന്നത്. വിശക്കുന്ന വ്യക്തി, വിഷമിക്കുന്ന വ്യക്തി, സങ്കടപ്പെടുന്ന വ്യക്തി, അവരെ സഹായിക്കാൻ പോകുന്നത് ആ വ്യക്തിയെ പ്രതി എന്നതിനേക്കാൾ കൂടുതൽ തമ്പുരാനെ പ്രതി, ദൈവസ്നേഹത്തെ പ്രതി ആവണം. അവിടുത്തെ തിരുമനസ്സിനോടുള്ള യഥാർത്ഥമായ ഐക്യം അതാണ്. യഥാർത്ഥമായ ദൈവൈക്യം, ദൈവത്തിനോടുള്ള ഐക്യം അതാണ്. അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക, പരിചരിക്കുക, താങ്ങിപ്പിടിക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും അത്യധികം പ്രശംസിക്കപ്പെട്ട് കാണുമ്പോൾ ആ സ്തുതി നിങ്ങൾക്ക് തന്നെ സിദ്ധിച്ചാൽ എന്നതിലധികം അതിൽ സന്തോഷിക്കുക. നിങ്ങൾക്ക് എളിമയുണ്ടെങ്കിൽ അത് വളരെ എളുപ്പമാണ്. എളിമയില്ല എങ്കിൽ മറ്റുള്ളവർക്ക് പ്രശംസ കിട്ടുമ്പോൾ നമുക്ക് വല്ലാണ്ട് അസ്വസ്ഥത അനുഭവപ്പെടും. അസൂയ ഇതോട് ചേർന്ന് പോകുന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ ഇത് മറ്റൊരു മേഖലയാണ് മതസ്യ പറയുന്നത്. ഈ യഥാർത്ഥമായ പരസ്നേഹം നമ്മളുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ഒരു മാർഗമാണ് മറ്റൊരു വ്യക്തിക്ക് പ്രശംസ കിട്ടുമ്പോൾ അത് നമുക്ക് പ്രശംസ കിട്ടിയാൽ എന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് സന്തോഷം അനുഭവപ്പെടണം. അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം മറ്റുള്ളവർക്ക് പ്രശംസ കിട്ടുമ്പോൾ നമ്മളെക്കാൾ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തു നീങ്ങുന്നു, അംഗീകരിക്കപ്പെടുന്നത് കാണുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് അസ്വസ്ഥ കയറുന്ന അനുഭവം ആത്മീയ മേഖലയിൽ വ്യാപരിക്കുന്നവർക്ക് പോലും ഉണ്ട്. നമ്മൾ യോഹന്നാൻ സുവിശേഷം പറയുന്ന പോലെ സ്നാപകൻ്റെ ശിഷ്യന്മാർ വന്ന് പറഞ്ഞത്, നമ്മുടെ അടുത്ത് വന്ന ആൾക്കാർ കൂടി ഇപ്പം അങ്ങോട്ട് പോവുക, നീ സ്നാനപ്പെടുത്തിയവൻ്റെ പക്കലേക്ക്. അസൂയ. അപ്പോൾ സ്നാപകൻ പറയുന്ന മറുപടി നമുക്കറിയാം, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. ഇതാണ് യഥാർത്ഥ എളിമയും ആത്മീയതയുള്ള വ്യക്തിക്ക് ഉണ്ടാകേണ്ട അനുഭവം. അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. ഉന്നതങ്ങൾ നൽകപ്പെടാൻ ആർക്കും സ്വീകരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ വെളിപ്പെടുന്ന നന്മകളെല്ലാം ദൈവം സ്വർഗത്തിൽ നിന്ന് കൊടുത്ത് അവർ സ്വീകരിച്ചിരിക്കുന്നതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ, ഭംഗിയായിട്ട് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാനും അവർ സന്തോഷിക്കാനും നമുക്ക് സാധിക്കണം. അതാണ് യഥാർത്ഥ പരസ്നേഹത്തിൻ്റെ അടയാളം മദ്രസ്യ പറയുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ആരെങ്കിലും അധികം പ്രശംസിക്കപ്പെട്ട് കാണുമ്പോൾ ആ സ്തുതി നിങ്ങൾക്ക് തന്നെ സിദ്ധിച്ചാൽ എന്ന പോലെ എന്നല്ല, നിങ്ങൾക്ക് തന്നെ സിദ്ധിച്ചാൽ എന്നതിലധികം അതിൽ സന്തോഷിക്കുക. നിങ്ങൾക്ക് എളിമയുണ്ടെങ്കിൽ അത് വളരെ എളുപ്പമാണ്. എളിമയില്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. എന്നാലും നമ്മൾ അങ്ങനെ ചെയ്യാനായിട്ട് പരിശീലിക്കണം. അപ്പോൾ നിങ്ങളുടെ സ്തുതി കേൾക്കുന്നത് നിങ്ങൾക്ക് അരോചകമായിരിക്കും. നിങ്ങളെക്കുറിച്ച് സ്തുതിച്ചുകൊണ്ട് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഒരു അരോചകത്വം, അങ്കലാപ്പ് അനുഭവപ്പെടുന്നത്. പക്ഷത്തെ അമ്മയുടെ പക്കൽ ഗബ്രിയേൽ മാലാഖ എത്തിയിട്ട്, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ അഭിവാദനം കേട്ട് മേരി അസ്വസ്ഥയായി. അവൾക്ക് സ്തുതിപ്പാണ്, ഒരു വന്ദനമാണ്, വണക്കമാണ് മാലാഖ പറയുന്നത്. പക്ഷെ അത് അവളുടെ ഉള്ളിൽ അസ്വസ്ഥ ഉണ്ടാക്കുകയാണ്. അവൾക്കത് ഒരു വെപ്രാളം ഉണ്ടാക്കുകയാണ്. കാരണം അതങ്ങ് സ്വീകരിക്കാൻ പറ്റുന്നില്ല. കാരണം അവളിൽ മറിയത്തിന് യഥാർത്ഥ എളിമയുണ്ടായിരുന്നു. യഥാർത്ഥ എളിമയുള്ള വ്യക്തികൾക്ക് അവരെപ്പറ്റി ആരെങ്കിലും പൊക്കി പറയും, പ്രശംസിച്ച് പറയും, സ്തുതിച്ച് പറയുകയും ചെയ്യുമ്പം അങ്ങ് തെളിച്ചം വരികയല്ല, ഞെളിയാൻ തോന്നുകയല്ല. അതവർ പെട്ടെന്ന് അവഗണിച്ച് കളയുക, അല്ലെങ്കിൽ അത് ഒരു അസ്വസ്ഥതയുടെ മാറ്റി വെക്കും. അത്രേ ഉള്ളൂ. യഥാർത്ഥ എളിമ അങ്ങനെയാണ് മദ്രസ്യ പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ സ്തുതി കേൾക്കുന്നത് നിങ്ങൾക്ക് അരോചകമായിരിക്കും. അപ്പം നിങ്ങളുടെ സഹോദരിമാരുടെ സുഹൃത്തുക്കളെക്കുറിച്ചുള്ള പ്രശംസയിൽ സന്തോഷിക്കാൻ സാധിക്കുക വലിയ ഗുണവിശേഷമാണ്. വലിയ ഗുണവിശേഷമാണ്. ഒരുപക്ഷെ നമ്മളെല്ലാവരും വളരെ വില കൊടുത്ത് പരിശ്രമിച്ച് വളർത്തിയെടുക്കേണ്ട ഒരു പുണ്യത്തിൻ്റെ മേഖല ഇവിടെയുണ്ട്. അതിൻ്റെ മറുവശമാണ് നമ്മളെ പറ്റിയുള്ള എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ് കേൾക്കുമ്പം വിഷമിക്കാതിരിക്കുക, അല്ലെങ്കിൽ മുഖം പാടി വല്ലാണ്ടാകാതിരിക്കുക, അതിനെ ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കിയിട്ട് തിരുത്തെടുക്കാനായിട്ട് തയ്യാറാവുക എന്ന് പറയുന്നത്. അത് എളിമയുടെ മറുവശം തന്നെയാണ്. എളിമയുണ്ട് എന്നുള്ളത് മറുവശം ബോധ്യമാണ്. ആരില്ലെങ്കിലും ഒരു കുറ്റം കാണുമ്പോൾ അത് നിങ്ങളുടെ സ്വന്തം കുറ്റം എന്നോണം
അതേക്കുറിച്ച് ദുഃഖിക്കുകയും അന്യരിൽ നിന്ന് അത് മറയ്ക്കാൻ ശ്രമിക്കുകയും വേണം. ഇതാണ് മറ്റൊരു കാര്യം ഇവിടെ യഥാർത്ഥ പരസ്നേഹത്തിന്റെ അടയാളമായിട്ട് മദ്രസ പറയുന്നത്. ആരിലെങ്കിലും ഒരു കുറ്റം കാണുമ്പോൾ അത് നിങ്ങളുടെ സ്വന്തം കുറ്റം എന്നോണം അതേക്കുറിച്ച് ദുഃഖിക്കുക. ആരുടെ ജീവിതം ഭംഗിയല്ലാതെ പോകുന്നു, വീഴ്ചകൾ ഉണ്ടാകുന്നു, കുറവുകൾ കാണുന്നു, അപ്പം അതേക്കുറിച്ച് നമുക്ക് ദുഃഖം വരണം. സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല എന്ന് 1 കൊരിന്ത്യർ 13 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അനീതി എന്ന് പറയുമ്പം ആകേണ്ടതുപോലെ ആകുന്നില്ലാത്ത ഓരോ രംഗം കാണുമ്പോഴും സംഭവം കാണുമ്പോഴും അല്ല വീഴ്ച ഉണ്ടെന്നോരോ വ്യക്തികളെ കാണുമ്പോഴും സന്തോഷമല്ല, ദുഃഖം അനുഭവപ്പെടണം. അവരുടെ കുറ്റം നമ്മുടെ കുറ്റം പോലെ തന്നെ നമുക്ക് അനുഭവപ്പെടണം. അത് ദുഃഖിക്കുകയും അന്യരിൽ നിന്ന് അത് മറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ഇതൊരു വളരെ പരസ്നേഹത്തിൻ്റെ വളരെ സുനിശ്ചിതമായ ഒരു മാനദണ്ഡമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളെ കുറിച്ച് നിവൃത്തി ഉണ്ടെങ്കിൽ അതാരും അറിയാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമുക്ക് സ്നേഹമുണ്ടോ, യഥാർത്ഥ പരസ്നേഹമുണ്ടോ എന്നതിൻ്റെ ഒരു സൂചനയാണ്. മറ്റുള്ളവരുടെ നമ്മുടെ അടുത്ത് ഇടപെടുന്ന വ്യക്തികൾ, നമുക്ക് അല്പം ഇഷ്ടക്കുറവൊക്കെ ഉള്ള വ്യക്തികൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും. പങ്കാളിയോ മക്കളോ മാതാപിതാക്കളോ കൂടപ്പിറപ്പുകളോ ഒക്കെ അയൽക്കാരോ ഒക്കെ അവിടെ എന്തെങ്കിലും കുറവ് പോരായ്മ നമ്മൾ കേൾക്കാനും അറിയാനും ഇടവന്നാൽ പലപ്പോഴും നമ്മുടെ അനുഭവം അതേക്കുറിച്ച് നമുക്ക് ആരും പറയുക എന്നുള്ളത് ഒരു വലിയ തൃപ്തിയാണ്. ചൊറി ശരീരത്തിലുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ അത് ചൊറിയാൻ തോന്നും, ചൊറിയും, അതിനൊരു സുഖം തോന്നാറുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഉള്ളിൽ പരസ്നേഹമില്ല, വെറുപ്പുണ്ട്. ആ വെറുപ്പിൻ്റെ ചൊറി ഉള്ളപ്പോഴാണ് നമുക്ക് ഇങ്ങനെ മറ്റുള്ള കുറ്റങ്ങൾ കാണാനും അത് പറയാനുള്ള പ്രേരണ വരുന്നത്. ഇവിടെ മദ്രസ പറയുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായ തലത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വെറുതെ കുറ്റം പറയുന്ന ആൾക്കാർ വിധിക്കുന്നതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ആരില്ലെങ്കിലും ഒരു കുറ്റം കാണുമ്പോൾ അത് നമ്മുടെ സ്വന്തം കുറ്റം ആയിരുന്നാൽ എന്ന പോലെ നമുക്ക് വിഷമം തോന്നണം. ഒരു കാര്യം, അതേപറ്റി ദുഃഖം വേണം. അന്യരിൽ മറയ്ക്കാൻ ശ്രമിക്കണം. അതേപ്പറ്റി നിവൃത്തി കൊണ്ട് പറയരുത്. എവിടെയെങ്കിലും അത്യാവശ്യം പറയേണ്ട സാഹചര്യം വരികയാണത് പരിഹരിക്കാനുള്ള മാർഗം തേടിക്കൊണ്ട് അതിനുവേണ്ടി മാത്രം ഉത്തരവാദിത്തപ്പെട്ട പക്കൽ വളരെ ഗൗരവത്തോടെ നമ്പരത്തോടെ മാത്രം സൂചിപ്പിച്ചിട്ട് പരിഹരിക്കാൻ നോക്കുക. അതല്ലാതെ ഒരിക്കലും അങ്ങനത്തെ വിഷയത്തിൽ പറയാൻ പോലും തോന്നുകയല്ല. ഇത് ഈ യഥാർത്ഥ പരസ്നേഹത്തിൻ്റെ ഒരു ശങ്കയും വേണ്ടാത്ത അടയാളങ്ങളാണ്. അപ്പോൾ നമുക്ക് പരസ്നേഹമുണ്ട്, ദൈവസ്നേഹമുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് സ്ഥാപിച്ച് തൃപ്തിയെടുത്ത് പോകുമ്പം യഥാർത്ഥത്തിൽ നമുക്ക് എത്ര കുറച്ച് മാത്രമേ പരസ്നേഹം ഉള്ളൂ, പരസ്നേഹമില്ലാത്തതുകൊണ്ട് ദൈവസ്നേഹവും ഇല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാനുള്ള മാർഗം മദ്രസയോട് പറഞ്ഞു തരികയാണ്. 12ാമത്തെ ഖണ്ഡിക. ഈ വിഷയത്തെക്കുറിച്ച് സഹോദരിമാരെ വേറൊരു സന്ദർഭത്തിൽ ഞാൻ സവിസ്തരം പ്രതിപാദിച്ചിട്ടുള്ളതാണ്. അത് സുഖസരണിക്കകത്ത് അധ്യായം 7 നമുക്കൊരു പക്ഷേ അത് ആവശ്യമെങ്കിൽ ഇപ്പോൾ പിന്നെ ശ്രദ്ധിക്കാം. ഇക്കാര്യത്തിൽ നമ്മിൽ ന്യൂനത സംഭവിക്കുന്ന പക്ഷം നാം നശിച്ചു പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഈ പരസ്നേഹം ഇല്ലാതെ ദൈവസ്നേഹമില്ല. പരസ്നേഹവും ദൈവസ്നേഹവും ഒരുമിച്ച് വരികയുള്ളൂ. ഇത് രണ്ടും ഇല്ലായെങ്കിൽ നമ്മൾ നശിച്ചു പോകുമെന്ന് ഉറപ്പാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന് ഉള്ളത് നമുക്ക് നല്ലപോലെ അറിയാം. വിശുദ്ധ നിയമം ചോദിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവ്വശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇത് രണ്ടും, ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നുമില്ല. അതെല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ മദ്രസ പറയുന്നതും. ഈ മേഖലയിൽ പോരായ്മ വന്നാലും നമ്മൾ നശിച്ചു പോകുമെന്ന് ഉറപ്പാണ്. സ്നേഹത്തിൻ്റെ കൽപ്പന ഈശോ തന്നു, പുതിയൊരു കൽപ്പന നീക്കാൻ തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചോട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. അതെങ്ങനെയാണ്? സ്വയം ത്യജിച്ചുകൊണ്ട്, സ്വയം കൊടുത്തുകൊണ്ട്, ജീവൻ അർപ്പിച്ചുകൊണ്ട്. ഈ കൽപ്പന നമ്മൾ ലംഘിച്ചുകൊണ്ട് പോകുന്ന അപകടം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒത്തിരി ആത്മീയ അനുഭവത്തിലും ഭക്തകൃത്യങ്ങളിലും പ്രാർത്ഥന അഭ്യാസങ്ങളിലും പരോപകാരപ്പെടുത്തലൊക്കെ നമ്മൾ ഏർപ്പെട്ട് പോകുന്നിടത്ത് പോലും, ഒത്തിരി പദ്ധതിയും പ്ലാനുമായിട്ട് നമ്മൾ നീങ്ങുന്നിടത്ത് പോലും, ശുശ്രൂഷ മേഖല തെളിഞ്ഞ് നിൽക്കുന്നിടത്ത് പോലും നമ്മൾ സ്നേഹത്തിൻ്റെ മേഖലയിൽ വലിയൊരു പോരായ്മയിലൂടെ നീങ്ങുന്നു. അത് നമുക്ക് നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന പോരായ്മയാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ മദ്രസ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ നാം തെറ്റിപ്പോകാതിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. അവിടുത്തെ അനുഗ്രഹങ്ങൾ നിമിത്തം നിങ്ങൾക്ക് പരസ്നേഹമുണ്ടെങ്കിൽ ഞാൻ വിവരിച്ച ദൈവൈക്യം അങ്ങയിൽ നിന്ന് നിങ്ങൾക്ക് സിദ്ധിക്കാതിരിക്കുകയില്ല തീർച്ച പറയാം. ഇങ്ങനെയുള്ള ഒരു പരസ്നേഹത്തിൻ്റെ വ്യക്തത നിങ്ങൾ നീങ്ങുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതായ ദൈവൈക്യം നിങ്ങൾക്കുണ്ടാവും. ആനന്ദ അനുഭൂതിയുടെ ഐക്യം അങ്ങോട്ട് വന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഇഷ്ടത്തെ കീഴ്പ്പെടുന്ന ദൈവ ഇഷ്ടത്തിന് ചേർന്ന് നിൽക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുമ്പം ഈ പരസ്നേഹവും അതിൻ്റെ അടുത്തയായിട്ട് ദൈവസ്നേഹവും പരിശീലിച്ചാൽ നിങ്ങൾക്ക് ഐക്യം ഉണ്ടാവും, തീർച്ച പറയാം. എന്നാൽ ഇതിൽ നിങ്ങൾ കുറവ് വരുത്തുകയാണെങ്കിൽ
നിങ്ങൾക്ക് ഭക്തിയും ആനന്ദാനുഭൂതിയും ഉണ്ടായാൽ തന്നെയും അതിൻ്റെ പേരിൽ ഈ പദവിയിൽ നിങ്ങൾ എത്തിയെന്നും പ്രശാന്തമായ പ്രാർത്ഥന, പ്രയർ ഓഫ് ക്വയറ്റ്, അതിൽ അല്പം ഒരു ആസ്വാദ്യം സിദ്ധിച്ചുവെന്നും ഇത്രയുമായാൽ പണി തീർന്ന ധാരണ നിങ്ങൾക്ക് തോന്നിയാലും ദൈവയ്ക്ക് നിങ്ങൾ പ്രാപിച്ചിട്ടില്ലെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുക. അപ്പം ഇങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നീ വന്നിട്ടില്ല എങ്കിൽ കുറച്ചൊക്കെ ആനന്ദാനുഭൂതി ഉണ്ടായി, പ്രയർ ഓഫ് ക്വയറ്റ്, പ്രശാന്തമായ പ്രാർത്ഥന കുറച്ച് അനുഭവമുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിയാൽ പോലും അതുകൊണ്ട് ദൈവൈക്യത്തിലെത്തി 5-ാം സ്ഥലത്തിലെത്തി എന്നൊക്കെ ചിന്തിക്കുന്നത് തെറ്റാണ്. നിങ്ങൾ എത്തിയിട്ടില്ല എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക. പരസ്നേഹം എന്ന പുണ്യം അതിൻ്റെ പൂർണ്ണതയിൽ നിങ്ങൾക്ക് തരുവാൻ നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. പരസ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, സ്നേഹത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. ശേഷമെല്ലാം അവിടുന്ന് തന്നെ നിവർത്തിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, ഈ പറഞ്ഞ പോലെ പരിശ്രമിക്കാം. നിങ്ങളുടെ കഴിവുകളെല്ലാം നിങ്ങൾ ഉപയോഗിക്കുകയും പാടുള്ള സകല ശ്രമവും ചെലുത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ കഴിയുന്നതിനും അധികം അവിടുന്ന് തരും. നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ പറ്റുന്നതിനപ്പുറം നിങ്ങൾ തരും. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക, തമ്മിലുള്ള സഹായം ചോദിക്കുകയും ചെയ്യുക, അവർ തീർച്ചയായിട്ടും തരും. എല്ലാ കാര്യങ്ങളും സ്വന്തം മനസ്സിനെ നിഗ്രഹിച്ച് മറ്റ് സഹോദരിമാരുടെ ഇഷ്ടം നിറവേറ്റുവാൻ ഉദ്യമിക്കുക. ഇത് എത്രയോ പ്രാവശ്യമാണ് ഇപ്പോൾ അമദർശ്യ ആവർത്തിക്കുന്നുള്ളത്. നമ്മൾ എണ്ണ തീരാത്തപോലെ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ഈശോ പറഞ്ഞ കാര്യം തന്നെ, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച്, സ്വയം നിഗ്രഹിച്ച്, സ്വയം ഉപേക്ഷിച്ച് സ്വന്തം കുരിശുമെടുത്ത് തന്നെ അനുഗമിക്കുക. അത് തന്നെ മനസ്സിലാവിച്ച് പറയുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളും സ്വന്തം മനസ്സിനെ നിഗ്രഹിച്ച് മറ്റു സഹോദരിമാരുടെ ഇഷ്ടം നിറവേറ്റുവാൻ ഉദ്യമിക്കുക. അതിനുവേണ്ടി സ്വന്തം അവകാശങ്ങൾ പോലും ബലികഴിക്കേണ്ടി വരും. സ്വന്തം നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ പോലും മാറ്റിവെക്കേണ്ടി വരും. മറ്റുള്ളവരുടെ നന്മയെ പ്രതി സ്വന്തം സൗകര്യങ്ങൾ വിസ്മരിക്കുക. എൻ്റെ സൗകര്യം ഇച്ചിരി ഒത്തില്ല, അവരവിടെ കയറിയിരുന്നു, അവരങ്ങനെ പെരുമാറുന്നു, അവർ ഫാൻ ഇട്ടു അല്ലെ ഫാൻ ഓഫാക്കി, അവർ ഉച്ചത്തിൽ സംസാരിക്കുന്നു അല്ലെങ്കിൽ മിണ്ടുന്നില്ല, അങ്ങനെയൊക്കെ അങ്ങനെയുള്ള അവരുടെ പല രീതികൾ വെച്ച് നമ്മുടെ സൗകര്യങ്ങൾ നഷ്ടപ്പെടുന്നത് അവിടെ നന്മയെപ്രതി നമുക്ക് വിസ്മരിക്കാൻ പറ്റണം. സ്വന്തം പ്രകൃതം അതിനെ എന്തുമാത്രം എതിർത്താലും വകവയ്ക്കണ്ട. നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥ പ്രകൃതം, നമ്മുടെ ദുരഭിമാനം, നമ്മുടെ അവകാശബോധം കണക്ക് ചോദിക്കാനും പറയാനും മിണ്ടാതിരിക്കും, മാറിപ്പോയി ഇറങ്ങിപ്പോന്നൊക്കെ പറയാൻ ഒച്ച വെക്കാനൊക്കെ നമ്മളെ നിർബന്ധിച്ചാൽ അതിനെ വകവെക്കണ്ട. മറ്റുള്ളവർക്ക് ആശ്വാസം നൽകാൻ വേണ്ടി അവസരം കിട്ടുമ്പോഴൊക്കെയും അവരുടെ ജോലികൾ ഏറ്റെടുക്കാൻ ഉത്സാഹിക്കുക. അവരുടെ ജോലികൾ അവർക്ക് ആശ്വാസമാകത്തക്ക രീതിയിൽ ഏറ്റെടുത്ത് ചെയ്ത് അവർക്ക് ആശ്വാസം കൊടുക്കാനായിട്ടും കൂടെ നോക്കുക അവസരം കിട്ടുമ്പോഴൊക്കെ. ഇതിലൊക്കെയും ത്യാഗമൊന്നുമില്ലെന്നോ എല്ലാം എളുപ്പം സാധിക്കുമെന്ന് കരുതരുത്. ദീമ പറയുന്നത് പോലെ, കേൾക്കുന്ന പോലെ, വായിക്കുന്ന പോലെയോ പഠിപ്പിക്കുന്ന പോലെയോ എളുപ്പമല്ല. വലിയ ത്യാഗം ഇതിനകത്ത് ആവശ്യമുണ്ട്. അത്ര എളുപ്പം സാധിക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ അതിനായിട്ട് ഉദ്യമിക്കുക. നമ്മുടെ നേർക്കുള്ള സ്നേഹനിമിത്തം നമ്മുടെ ദിവ്യ മണവാളൻ എന്തുമാത്രം ത്യാഗം അനുഷ്ഠിച്ചെന്ന് ഓർമ്മിക്കുക. സ്നേഹത്തെ പ്രതി ഈശോ ദൈവത്തോടുള്ള സമ്മാനം നിലനിർത്താൻ കാര്യമായി പരിഗണിക്കാതെ മനുഷ്യരൂപം ധരിച്ച് ഭൂമിയിൽ വന്നത് ദാസനായി മരണത്തോളം തന്നെ താഴ്ത്തി ശൂന്യവൽക്കരിച്ചു. ഈശോ എന്തുമാത്രം ത്യാഗമെടുത്തു. സ്വർഗത്തിൽ അതുപോലെ സമൃദ്ധിയിലെ സ്നേഹത്തിൻ്റെ നിറവിൽ നന്മയുടെ നടുവിൽ ദൈവികമായ സാഹചര്യം ജീവിച്ച ഈശോ ഭൂമിയിലേക്ക് വന്ന് ഒരുപാട് ഇല്ലായ്മയുടെ നടുവിൽ ഒരുപാട് തിന്മയും കുറവുള്ള വ്യക്തികളുടെ കൂടെ 12 അപ്പസ്വരന്മാർ പോലും എന്തുമാത്രം എടുത്തിയാട്ടക്കാരും സ്വന്തം വഴിക്ക് നീങ്ങുന്നവരും ഒക്കെ നീങ്ങും. അവരുടെ എല്ലാം കൂടെ എല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും ബഹളം വെക്കാതെയും ഒച്ച വെക്കാതെയും ശാന്തമായിട്ട് പിന്നെയും കണ്ടും സഹിച്ചും ക്ഷമിച്ചും പഠിപ്പിച്ചും തിരുത്തി കൊടുത്തും ക്ഷമയോടെ നീങ്ങി എന്തുമാത്രം അവിടുന്ന് സ്വയം നിഗ്രഹിച്ചു, സ്വയം ത്യജിച്ചു എന്നുള്ളത് ഓർമ്മിക്കാൻ അമദ്രസ്യം പറയുകയാണ്. ദിവ്യമണവാളൻ എന്തുമാത്രം ത്യാഗമനുഷ്ഠെന്ന് ഓർമ്മിക്കുക. നമ്മെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി എത്ര വ്യസനകരമായ മരണമാണ് അവിടുന്ന് കൈവരിച്ചത്. കുരിശുമരണം തന്നെ. ഈശോയെ നോക്കുക. ഹെബ്രായർ 12 പറയുന്ന പോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനായ ഈശോയെ നോക്കിക്കൊണ്ട് വേണം നമ്മുടെ സഹനത്തിൻ്റെ വഴിയിൽ മുന്നേറാൻ. തന്നെ എതിർത്ത ശത്രുക്കൾ നമ്മൾ എന്തുമാത്രം സഹിച്ചുവെന്ന് ഓർമ്മിച്ചേ. അത്രമാത്രം രക്തം ചിന്തേണ്ടുന്ന രീതിയിലുള്ള സഹനവും ബുദ്ധിപാടും എതിർപ്പുകളും നമുക്ക് ഒരു പക്ഷെ ഉണ്ടായിട്ട് പോലുമില്ല. അവരെ നോക്കിക്കൊണ്ട് തളർന്ന മുട്ടുകളെയൊക്കെ ശക്തിപ്പെടുത്തി മുന്നേറാനായിട്ട് ഹെബ്രായർ 12 വായിക്കുന്ന വചനം നമുക്ക് ചേർത്ത് വെക്കാവുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും
പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.